എനിക്ക് നെവിൻ എത്ര പേയ്മെന്റ് കിട്ടുന്നതെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. ആ ഒരു പേയ്മെന്റ് വെച്ച് നെവിൻ അത് PR കൊടുത്തു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ കിട്ടുന്ന കാശിനെക്കാട്ടും കൂടുതൽ പോകുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതിന് ഒരു അർത്ഥമില്ല. അവന്റെ മാക്സിമം കഴിവ് വെച്ച് പിന്നെ അങ്ങനെ കൊടുത്തിട്ട് അവനിപ്പോ 100 days എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ജനങ്ങൾ തന്നെ ഇപ്പൊ ജിൻഡോ ചേട്ടനെ പറയുന്നില്ലേ PR വെച്ച് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അതുപോലെ കളിയാക്കിയിട്ട് ജയിച്ചിട്ട് എന്താ കാര്യം? അനുമോള് ജയിച്ചാലും അങ്ങനെ പറയും. ഒബ്വിയസ്ലി എല്ലാരും ഇപ്പം അനുമോൾ എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാരും PR എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ജയിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കില്ല. മേ ബി ആ കുട്ടി PR കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു ടോക്ക് വന്നില്ലേ? ഇല്ല, കൊടുത്തിട്ടുണ്ടെന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞു. പക്ഷെ അത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ജയിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് തോന്നുന്നു 5th സീസൺ തൊട്ടാണ് ഇങ്ങനെ PR ഭയങ്കരമായിട്ട് വരുന്നുണ്ടോ. ഈ PR വർക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ കോമ്പറ്റീഷനെ, ഈ ബിഗ് ബോസിന്റെ മത്സരത്തെ? PR എനിക്കിപ്പോ മനസ്സിലാവാൻ പറ്റിയത് ജിൻഡോ ചേട്ടന്റെ ഒരു വീഡിയോ കൂടി കണ്ടപ്പോ ഇവര് പെയ്ഡ് വോട്ട്സും ചെയ്യുന്നുണ്ട്. എത്ര ലാസ്റ്റ് ആവുമ്പോ ഏതോ കമ്പനിക്ക് കൊടുത്തിട്ട് അവരൊരു 2000 വോട്ട്സ് എത്രയോ രൂപയ്ക്ക് മറക്കുന്നു, അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പൊ എന്തായാലും ഇൻഫ്ലുവൻസ് ആണല്ലോ. നെവിൻ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് കട്ടെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര അങ്ങനെയാണോ സ്വഭാവം? ശരിക്കും അറിയാലോ, അടുത്തറിയാലോ, അതുകൊണ്ട് നെവിൻ കട്ടെടുക്കില്ല, ഭയങ്കര ഫുഡിയാണ്. ഫുഡി മീൻസ് അവന് മന്തി കിട്ടിയില്ലെങ്കിൽ ഞാനും നെവിനുള്ള മാക്സിമം അടി ഫുഡിനാണ്. ഒരു ദിവസം ഭക്ഷണം അവന്റെ എന്തോ മുട്ടയിൽ ഞാൻ കൈയിട്ടപ്പോ ഒരൊറ്റ അടി എന്റെ കയ്യില്, അപ്പൊ ഒരൊറ്റ ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പൊ ഫുഡിന് ഭയങ്കര സീനാണ്. പിന്നെ മന്തിയില് ചെസ്റ്റ് പീസ് ഇല്ലേ, ലെഗ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പ്രശ്നമാക്കും. നേരെ മന്തി വരുമ്പോ നേരെ വീണ് ചെസ്റ്റ് അവൻ എടുക്കും. പിന്നെ KFCയിൽ ഒരു വട്ടം സ്വിഗ്ഗിന്ന് അവൻ ഓർഡർ ചെയ്തു. എന്നിട്ട് അവന് കിട്ടിയത് ചെറിയ പീസാന്ന് പറഞ്ഞിട്ട് അവൻ സ്വിഗ്ഗിന്ന് വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് KFCയിൽ പോയിട്ട് ഈ ചിക്കൻ പീസ് പിടിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾ ചെറുത് തന്നു, എനിക്ക് ചെസ്റ്റ് പീസാ വേണ്ടതെന്ന് പറഞ്ഞ് പോയിട്ട്. ഞാൻ ഉണ്ടാക്കി പറയണതല്ല, അവന്റെ അക്കൗണ്ട് പ്രൈവറ്റാ. അതിൽ ലൈവ് വീഡിയോയിൽ കിടക്കുന്നുണ്ട് KFCയിൽ പോയിട്ട് തല്ലുണ്ടാക്കിയത് ചിക്കൻ. അവൻ അതിലെന്തോ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ഇല്ലേ അതിലിട്ടിരുന്നു, നീഡ് ബിഗ്ഗസ്റ്റ് പീസ്, അങ്ങനെ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അത് പൊക്കി പിടിച്ചിട്ട് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. വിജയ സാധ്യത എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ അനീഷ് അല്ലെങ്കിൽ അനുമോളായിരിക്കും വിന്നർ എന്നാണ് പുറത്തുള്ള ഒരു പോൾസ് ഒക്കെ കാണുമ്പോൾ തോന്നുന്നത്. എന്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഞാൻ നെവിനെയാണ് ഈ സീസൺ സപ്പോർട്ട് ചെയ്യുന്നത്. നെവിൻ വിജയിക്കണം എന്നാണ് ആഗ്രഹം. ശരിക്കും മണി ബോക്സ് എന്നുള്ളൊരു ഓപ്ഷൻ വേറൊരു ഓപ്ഷൻ ആണല്ലോ. അപ്പൊ അത് നെവിനെ നിഷേധിച്ചതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഭയങ്കര അത് മണി ബോക്സ് നിഷേധിക്കാൻ മാത്രം ഒരു തെറ്റ് നെവിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായല്ലേ. ഇപ്പൊ നെവിനെ തന്നെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ആളെന്നൊക്കെ പലരും പരാമർശമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഇത്ര വലിയ ശിക്ഷ ഉണ്ടായില്ല. ഇത് ഭയങ്കര മോശമായി എന്ന് തോന്നി. പിന്നെ നെവിന് ആണ് അതിൽ ഏറ്റവും കൂടുതൽ പൈസക്ക് ആവശ്യമുള്ള ഒരു ആൾ. അപ്പൊ പുള്ളിക്ക് തന്നെ അത് കിട്ടിയത് ഭയങ്കര അൺഫെയർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ. പുള്ളിക്ക് അത് ഒരുപാട് വിഷമം ഉണ്ടാക്കി തോന്നുന്നല്ലേ? ഉണ്ട്. അപ്പം മണി ബോക്സ് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ടാസ്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ക്യാഷ് എറിഞ്ഞിട്ടും ഒക്കെ കുറെ ടാസ്കുകൾ ഉണ്ടല്ലോ. അപ്പോ അതിലൊന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. നെവിൻ നന്നായിട്ട് എല്ലാ ടാസ്കും പെർഫോം ചെയ്യണ ഒരു ആളാണ്. അപ്പൊ അത് പുള്ളി ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അനീഷും അനുമോളും തമ്മിലുള്ള ആ ഒരു ലവ് ട്രാക്ക് ഫെയിലിയർ ആയെന്ന് തോന്നുന്നു അല്ലെ? അത് ഭയങ്കര ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര ആ എപ്പിസോഡ് കണ്ടപ്പോ അത് ശരിക്കുള്ളൊരു എനിക്കറിയില്ല, നമുക്ക് ആരുടെയും ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. പക്ഷെ അത് ലാസ്റ്റ് ഒരു ഡേയ്സിൽ കുറച്ച് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു. അല്ല, അനീഷ് അത്യാവശ്യം മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളല്ലേ? അതെ. പുള്ളി ഇങ്ങനെ ഒരു ക്രിഞ്ച് ഡ്രാമ ഇറക്കണമെങ്കിൽ അതിന്റെ പിന്നില് അനുമോളുടെ കൂടി പുള്ളിക്ക് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ലേ? മേ ബി ആയിരിക്കും. ആക്ച്വലി ഇത് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമാണ് ബേസിക്കലി. അപ്പൊ നമ്മള് എൻജോയ്ഡ് വരുമ്പോൾ അതിലെങ്ങനെ നമുക്ക് വോട്ട് മേടിക്കാന്നാണ് എല്ലാവരും ചിന്തിക്കുക. ഇപ്പം കഴിഞ്ഞ വട്ടം ശ്രീതു ഔട്ടായപ്പോ ശ്രീതുവിന്റെ ഔട്ട് അർജുന് പോയ പോലെ അങ്ങനെ എല്ലാവർക്കും ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ മേ ബി ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ എപ്പോഴും നന്നായി പോകുന്നത് ഒരു കപ്പിൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നല്ല രീതിയിൽ പോകുന്നതെന്ന് തോന്നുന്നത്. സപ്പോസ് അനീഷിന്റെ ആ ഒരു ഇത് ജെനുവിൻ ആണെങ്കിൽ അനുമോള് പ്രലോഭിപ്പിച്ചെന്ന് ആ ബിഗ് ബോസിനകത്തുള്ള ഷാനവാസ് കൂടി പറയുന്നുണ്ട്. പ്രലോഭിപ്പിച്ചോ? അതെ, അങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടായെന്ന് ഷാനവാസ് കൂടി പറയുന്നുണ്ട്. അനീഷിന് അങ്ങനെ ഒരു തോട്ട് മനസ്സിൽ വരാൻ കാരണം. അപ്പൊ അതില് അനുമോൾക്ക് ഒരു പങ്കുണ്ടായിട്ട് തോന്നുന്നില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അനുമോള് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നിൽക്കുന്ന കണ്ടു. കാരണം നിങ്ങൾ അത് കണ്ടറിയിച്ച് അനീഷേട്ടൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ അനുമോള് ഒരു ഭയങ്കര ഷോക്കായ രീതിയിലാണ് നിൽക്കുന്നത്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തത്. ഭയങ്കര ബ്ലഷ് ഒക്കെ ചെയ്തിട്ട് ആള് നിൽക്കുന്നത്. അപ്പൊ അത് പ്ലാൻഡ് അല്ല. മേ ബി അനീഷേട്ടൻ അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോ വോട്ട് കാണും. അതുപോലെ തന്നെ ആദില നൂറയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ആദില നൂറ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ്സ് ഒന്നും അല്ല. എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ്. പോയപ്പോ ഞാൻ വിചാരിച്ച ഒരു ഫേവറേറ്റ് ആവുന്ന വിചാരിച്ച അത്രയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല. അതിലൂടെ ക്യാരക്ടറൊക്കെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അനുമോടെയും അനീഷിന്റെയും വോട്ട് സ്പ്ലിറ്റ് ആയി നൂറയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? അതെന്താ അങ്ങനെ? ഈ ഒരു ലവ് ട്രാക്ക് ഫെയിൽ ആയതുകൊണ്ട്
ഇല്ല ഇല്ല, അങ്ങനെ അനീഷിനും അനുമോൾക്കൊക്കെ നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് ഓൾറെഡി, അതെന്തായാലും മാറ്റാൻ പറ്റും. അല്ല, അനുമോളെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ അനീഷിന് കുറെ നെഗറ്റീവ് കമന്റ് ഇപ്പൊ വരുന്നുണ്ട്. വരുന്നുണ്ടോ? അതെ. ഓ ഓക്കെ ഓക്കെ, അത് ഞാൻ അവെയർ അല്ല ആക്ച്വലി. അനീഷിന്റെ ആ ഒരു ഇത് നിരസിച്ചോടുകൂടി അനുമോൾക്കെതിരായി നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പൊ രണ്ടു കൂട്ടരും സ്ട്രിക്റ്റ് ആയിട്ട് പോയില്ലെന്ന് ചോദിച്ചത്. അതെനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മേ ബി അത് കുറച്ച് പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അത് ഈ ഒരു നെഗറ്റീവ് അത് ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് ചോദിച്ച കാര്യം എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ ഷാനവാസ് നെവിൻ ഇഷ്യൂസില് ഷാനവാസ് അഭിനയിക്കുന്നതായിട്ട് തോന്നിയോ? ഏത് ഇഷ്യൂ പെർട്ടിക്കുലർ? അതായത് ഈ പാലിന്റെ കവർ അറിഞ്ഞല്ലോ, അഭിനയിക്കുന്നതല്ല, അത് എന്തായാലും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോ പാനിക് ആയി കാണും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോ. പക്ഷെ പിന്നീട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോ സാബുമാന്റെ അടുത്ത് പറയുന്നുണ്ട് മസാല പാക്കറ്റ്, കേർഡ് പാക്കറ്റ്. അപ്പൊ എന്തോ അതിലൊരു മിസ്മാച്ച് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നെവിൻ പാലെടുത്ത് എറിയല്ല ചെയ്തത്. നെവിന്റെ കയ്യിലോട്ട് ഷാനവാസ് വന്നിട്ടാണ് പാൽ പാക്കറ്റ് പിടിച്ച് ഇത് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. നെവിൻ ആ സമയത്ത് അഗ്രസീവ് ആയി, അതും തെറ്റുണ്ട്. പക്ഷെ അതിന് നെവിന് മാത്രം ഒരു ശിക്ഷ കൊടുത്തത് ഷാനവാസ് കിട്ടിയ ചാൻസ് മുതലാക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരു പണി കൊടുക്കാനല്ലേ? അങ്ങനെ ചോദിച്ചാ മേ ബി ആയിരിക്കും, അത് ഗെയിമിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ ഒരാൾക്ക് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പാനിക് അറ്റാക്ക് ഒക്കെ അഭിനയിക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല. പാനിക് അറ്റാക്ക് അഭിനയിച്ചില്ല എങ്കിൽ അത് കഴിഞ്ഞുള്ള ഒരു ടാസ്കിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഓടിച്ചാടിയൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്. ബോളൊക്കെ ഭയങ്കരമായിട്ട് എറിയുന്നത്. പക്ഷെ അതിൽ രണ്ടൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോൾ എറിയുന്ന ടൈമും ഇത് പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഷോക്ക് പോലെ വരുന്നതല്ലേ. അപ്പൊ മേ ബി അതായിരിക്കും. അപ്പൊ ഡോക്ടറൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടായിരിക്കും വരുന്നത് അവിടെ ചെന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി പാടില്ല എന്നൊക്കെ. പക്ഷെ എന്നിട്ടും പുള്ളി ആ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ബേസിക്കലി പേഴ്സണലി എനിക്ക് ഷാനവാസിന് ഇഷ്ടമല്ല. അതിലെ മൊത്തത്തെ ഗെയിമിലെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നതായാലും, ഇപ്പൊ നെവിനെ ആയാലും നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി പറഞ്ഞു. നെവിൻ വളരെ മോശമായിട്ട് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോ മാറ്റി പറഞ്ഞു, ഞാൻ വെറുതെ ദേഷ്യത്തില് പറഞ്ഞതാണ്. അതൊക്കെ നെവിനെ ഒരുപാട് എഫക്ട് ചെയ്യും. നെവിന്റെ അമ്മയൊക്കെ വിളിച്ച് ഭയങ്കര കരഞ്ഞിട്ടുള്ള ഒരു ടൈം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പേഴ്സണലി ഫാമിലിക്ക് അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം പറയാതെ നല്ല രീതിക്ക് കളിച്ച. നിലവിൽ ഇപ്പം കറന്റ് സിനാരി അനുസരിച്ച് ഫെയർ ആയിട്ട് പ്ലേ ചെയ്യുന്നത് അക്ബറാന്ന് തോന്നുന്നു. അക്ബർ ഫ്രം ബിഗിനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഏതൊരു കാര്യത്തിനും ഒരു പെർഫെക്റ്റ് സ്റ്റാൻഡ് ഉണ്ട്. പക്ഷെ ആള് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇപ്പൊ അനീഷിനൊക്കെ ഉള്ള പോലെ ഭയങ്കര മാസീവ് ഒരു ഇത് സപ്പോർട്ട് ഇല്ല അക്ബറിന്. ഇപ്പൊ ഏതൊരു കാര്യം എടുത്താലും നിലപാട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫെയർ ആയിട്ട് പറയുന്ന ഒരു. ലാസ്റ്റ് ഗെയിം കണ്ടിരുന്നോ? ടാസ്ക് കണ്ടിരുന്നു? ഏതാണ്? പുറത്ത് പോയി കാറിനുള്ളിൽ നിന്ന് പണം എടുക്കുന്നത് കണ്ടു. അതിൽ അനുമോളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അവിടെ പോയി പണം എടുക്കണം പറഞ്ഞത് അക്ബറാണ്. അക്ബറിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ടാണ് അനുമോൾക്ക് അത്ര പൈസ കിട്ടിയത്. അപ്പൊ അതിലേക്ക് ഒരു ഫെയർ ഗെയിം ആയിട്ട് തോന്നുന്നില്ല അക്ബറിന്റെ. ഞാൻ ഇങ്ങനെ അക്ബർ പറയുന്നത് ഞാൻ കണ്ടില്ല, ടാസ്ക് ഞാൻ കണ്ടായിരുന്നു. അക്ബർ ഭയങ്കര ഒരു ജെന്റിൽമാൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മനുഷ്യൻ. ഇപ്പൊ അതിലെ നൂറയുടെ കേസിലായാലും നല്ലൊരു സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കേസിലും നല്ലൊരു വ്യക്തിയാണ്. ഈ ആഴ്ച ആരായിരിക്കും? ഈ ആഴ്ച ഞാൻ പറഞ്ഞത് സാബുമാനാണെന്നാണ്. നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ കാണുമല്ലോ, അത് ഫേക്ക് ആണോ അതൊന്നും അറിയില്ല. സാബുമാൻ എന്തായാലും ഡിസേർവ് ടു ഗോ. ടൈമായി, ഒരുപാട് നാളായി. അല്ല പുള്ളിക്ക് എന്തായാലും ഇത്രയും കാലം നിന്നിരുന്നവന്റെ കാരണം മേ ക്യാരക്ടർ ആയിരിക്കാം. അതില് കുറെ ആൾക്കാർക്ക് കുറെ പേരെ ദേഷ്യമുണ്ട്. അപ്പൊ സാബുമാന്റെ ക്യാരക്ടർ കുറച്ചുകൂടി ഒരു പാവല്ലേ, അപ്പൊ അത് വെച്ചിട്ട് കുറെ പേര് നിർത്തിയിട്ടുണ്ടാവും. അല്ല, ഒരിക്കൽ ഒരു സെലിബ്രിറ്റി പറഞ്ഞിരുന്നു നോട്ട പോലാണ് സാബുമാൻ എന്ന്. ആ സെലിബ്രിറ്റിയുടെ കാര്യം എന്റെ അടുത്ത് ചോദിക്കണ്ട. അങ്ങേര് പലതും പറയുന്നുണ്ട്. അതുപോലെയല്ല, നോട്ട മേ ബി ആളുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, കുറെ പേരോട് വെറുപ്പുള്ളത് കൊണ്ട് സാബുമാനെ കിട്ടുന്നു. പക്ഷെ സാബുമാൻ അവന്റെ മാക്സിമം കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഇപ്പത്തെ നിവിന്റെ ഒരു ഇതനുസരിച്ച് ടോപ്പ് 5 ഓൾമോസ്റ്റ് എത്തിയെന്ന പോലെയാണ് തോന്നുന്നത്. അപ്പൊ ബോസിലെ 1-2 സ്ഥാനം അല്ലെങ്കിൽ കപ്പ് പോലും അടിക്കാൻ ഒരു പ്രാപ്തി ഉണ്ടല്ലോ ഇപ്പത്തെ ചാൻസില്. അവന്റെ ഗെയിം വെച്ചുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ലൈവ് എടുത്ത് നോക്കിയാൽ ഒരു 80% ടൈമും സ്ക്രീൻ സ്പേസും നെവിനാണ് അതിനകത്ത്. അതിനകത്ത് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, ഡാൻസ്, ടാസ്ക് എല്ലാം കൊടുക്കുന്നത് നെവിനാ. അപ്പൊ എന്തുകൊണ്ട് അവന് നല്ല യോഗ്യത ഉണ്ടെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. വേറെ ഒപ്പീനിയൻ ആയിരിക്കാം.